ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ നമ്മളിന്ന് FF കളിക്കാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് CS ആണ് കളിക്കാൻ പോകുന്നത്. ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട്, ചിലപ്പോൾ 1v1 കഴിയും. അപ്പോൾ നമ്മളെന്തായാലും വേഗം തന്നെ FF കയറാം. അപ്പോൾ ഗൈസ് കയറുന്നത് ലോഡിംഗ് ആണ്. അപ്പോൾ അധികം ആരും കളിക്കണമൊന്നുമില്ല. അതായത് നമുക്ക് VR കളിക്കാം. VR നമുക്ക് CS കളിക്കാം. CS കുറച്ചും കൂടെ സ്റ്റാർ കിട്ടും. എലൈറ്റാണ് കുറച്ച് സ്റ്റാർ കിട്ടും. പുതിയ ഗ്ലൂകളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ സ്കിന്നിനെ കിട്ടും 4 ഗ്ലൂകളാണ്. ഇത് അടിയിലായിട്ടുണ്ടല്ലേ, സർപ്പത്തിൻ്റെ ഇതൊക്കെ. അപ്പോൾ എന്തായാലും നമുക്ക് കറക്കാൻ പറ്റില്ല. അത് ഡയമണ്ടില്ല, അപ്പോൾ കറക്കാൻ പറ്റില്ല. എന്തായാലും നമുക്ക് സോളോ CS കാര്യങ്ങളൊക്കെ കളിക്കാം. Free Fire India is set in a virtual. Shall we give them a dream or a nightmare? അതാണ് എനിക്ക് ആദ്യത്തെ ഒരു കാര്യം. എന്തായാലും അടുത്ത തന്നെ എനിക്ക് പറ്റുന്ന ഫിഷറാണ്. നമുക്ക് ഒരുപാട് പിള്ളേർക്ക് മാത്രമേ അടുത്ത ഗെയിമിലേക്ക് പോകാൻ പറ്റൂ. ഡയറക്റ്റ് റഷാണ് ഒരാൾ 14 പേരുണ്ട്. അവൻ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം നമ്മൾ നല്ല രീതിയിൽ പോയി. കാരണം നമ്മുടെ ഒരു ഇല്ലാതെ നമ്മളിപ്പോൾ വീഴാന്ന് ഇവിടെ വെച്ച് കളിക്കുക. ഹൈഡ് ചെയ്ത് കളിക്കുക. ഹൈഡ് ചെയ്ത് കളിക്കുമ്പോൾ ആരും അങ്ങനെ അറിയത്തില്ല. ഫസ്റ്റും കാര്യങ്ങളും നോക്കി അയ്യോ നമ്മൾ വളർത്തി. എന്തായാലും ഇനി അങ്ങോട്ട് പോയാൽ നമ്മൾ പെടും. വേഗം അവനെ പൊക്കിയിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഈ കളി പോകുന്ന തോന്നുന്നു. കാരണം നമ്മുടെ ഒരു ലൈഫില്ല ഗൈസ്. നല്ല രീതിക്ക് പിടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സോണിൽ പോയിട്ടാണ് നമ്മൾ പെടയില്ല. പറഞ്ഞ ഒരുത്തന്നെ അവൻ പൊക്കി 2 വട്ടം പൊക്കി. 2 വട്ടം നമ്മൾ നോക്കിട്ടു. പക്ഷേ കാര്യമല്ല, നമ്മൾ പോയി അടുത്ത ആളി പിടിക്കാൻ നോക്കാം. ഗൈസ് നമ്മളും അല്ല ലീഡ്, വേറൊരു ആളാണ് ലീഡാക്കി. കാരണം അവൻ ഒരു ലീഡ് അവൻ ലീഡ് കയറുണ്ട്. സ്വാഭാവികം. നമുക്ക് എന്തായാലും വേഗം ഈ കളി ഒന്ന് തീർത്തില്ല. വേഗം തീർത്തില്ല. ചടചടാ പറഞ്ഞ് തീർത്തില്ല. അപ്പോൾ ഗൈസ് ഇതൊരു ചെറിയ വീഡിയോ ആണ്, മിനി വീഡിയോ ആണ്. CS മാത്രമേ ഞാൻ കളിക്കുന്നുള്ളൂ. അടുത്ത വീഡിയോക്ക് ഞാൻ പിന്നെ ഇടാൻ നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു കളി നമുക്ക് തീർത്ത് ഇടാം. അല്ലെങ്കിൽ നമുക്ക് ഈ കളി കൊണ്ട് VR കളിക്കാൻ നോക്കാം. ഗൈസ് അവൻ അടിക്കണ്ടേ ഗൈസ് പോയി. അവൻ വന്നത് ഞാൻ അവിടെ ശ്രദ്ധിച്ചില്ല. അവ അവിടെ വന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അവർ
ഇപ്പോൾ അപ്പുറത്ത് അവനെ Double takedown. ഇവൻ ഇതാണ് വന്നു നമ്മൾ അടിച്ചു. Double takedown. എന്തായാലും നമുക്ക് വേഗം കാര്യങ്ങളൊക്കെ ഈ കളി തീർത്ത് ക്ലോസ് ചെയ്ത് വിടാം വേഗം. ഓക്കെ ഗൈസ്, നമുക്ക് നല്ല MB40 എടുക്കാം. Your deepest fear always catches up to you. നമ്മുടെ ഇന്നത്തൂടെ ഈ ഒരു MB40 എന്ന് പോകും. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റായിട്ട് ഈ MB40 മിസ്സിലാണ് ഇന്നും കൂടെ കളിക്കാം. ഇതോടെ നമുക്ക് ഈ ഒരു സാധനം എൻ്റെ ഈ കയ്യിലുള്ള ഈ ഒരു MB40 കാര്യങ്ങളൊക്കെ പോകും, ഈ സ്കിന്നും കാര്യങ്ങളൊക്കെ പോകുന്നതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഈ ലാസ്റ്റ് കളിയാണ് ചിലപ്പോൾ അടുത്ത കളിയും കൂടെ നമുക്ക് ചിലപ്പോൾ കിട്ടും. നമുക്ക് നോക്കാം. ബാക്കിൽ കൂടെ പോകാൻ പറ്റും. ബാക്കിലാണ് എന്തായാലും എനിമീസ് കൂടുതൽ വരും. ഇവിടെയും ഇതിൽ കൂടെ പോകാം. അവനിങ്ങനെ നോക്കുന്നു. അവ കണ്ടിട്ട് കൂടെ ഞാൻ വേഗം കയറി. എന്തായാലും അവൻ്റെ ടീമേറ്റ്സ് വരുന്നുണ്ട്. ഓക്കെ, അത് നമ്മുടെ ടീമേറ്റ് ആയിരുന്നു. വേഗം ഇവിടുത്തെ ഏതെങ്കിലും ഒരു ആളിനെ കിട്ടും. ഇപ്പം അപ്പുറത്തെ എതിർ ടീംസിൽ വേറെ 2 പേരാണുള്ളത്. ഓക്കെ, സമയം കാര്യങ്ങളൊക്കെ ഹെഡ്ഷൂട്ടും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ ഈ കളി തന്നെ ബുയ്യ അടിച്ചിട്ടില്ല, വിക്ടറി അടിച്ചിട്ടുണ്ട്. ഒരു കളി നമ്മൾ എടുത്തിട്ടുണ്ട്. ഈ ഒരു കളിയും കൂടെ അടുത്ത കളിയും കൂടെ നമുക്ക് എന്തായാലും പറഞ്ഞ് നമുക്ക് ഈ കളിയും കൂടെ ഓക്കെ. എന്തായാലും നമുക്ക് ഈ കോയിൻസും കാര്യങ്ങളൊക്കെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ സാരല്ല. എന്തായാലും 2 എണ്ണം ഇതിലങ്ങ് എടുത്തിട്ടുണ്ട്. 2 എണ്ണം ഉണ്ടായിരുന്നു. അത് എൻ്റെ 2 ഗണ്ണിന് ഞാൻ കാര്യങ്ങൾക്ക് അടിച്ചിട്ടുണ്ട്. ഒന്ന് AK-18, ഒന്ന് MB40 വെച്ച്. അപ്പോൾ നമുക്ക് നമുക്ക് ഇനി നിസ്സാരമായിട്ട് ഈ കളിയും കൂടെ എടുക്കണം. കഴിഞ്ഞ കളി നിസ്സാരമായിട്ട് 2 പേരിനെ പറ്റിച്ചിട്ടാണ്, ഒരാളിനെ നമ്മൾ പറ്റിച്ചിട്ടാണ് എടുത്തത്. ഓക്കെ, ഈ കളിയും അതേപോലെ ഒരാൾ തീർന്നിട്ടുണ്ട് വേഗം തന്നെ. ഓക്കെ, ബാക്ക് കൂടെ നമ്മുടെ ടീമേറ്റിനെ അടിക്കാൻ വേണ്ടി വെച്ച 3 ഉണ്ട്. നമുക്ക് അങ്ങോട്ടായിട്ട് പോവാം, ആ ഡയറക്ഷനിലോട്ട് പോവാം. ഗായ്സ്, നമ്മളുടെ ചെറിയ ഡാം കാര്യങ്ങളൊക്കെ ഉള്ളൂ. കാരണം അവൻ നമുക്ക് നന്നായി ഡാമേജ് വന്നു. ഓക്കെ ഗൈസ്, നമ്മുടെ ഒരാൾ നോക്കായി. എന്നാലും അവരാരും അറിയാതെ എനിക്ക് എങ്ങനെയെങ്കിലും എഡിറ്റിങ്സിനെ അടിച്ചിടണം. ഗായ്സ്, ഇവിടെ ആരെയും കാണാനില്ല ഗൈസ്. ഇവിടെ പിന്നെ നമുക്ക് എങ്ങോട്ടെങ്കിലും നെയ്ഡ് അറിയാം. അയ്യോ, ഇത് സ്ഥലം മാറ്റി. ഇവിടെ എങ്ങുമില്ല ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മുടെ ടീമെടുക്കാനുള്ള ഇവനെയും കൂടെ അടിച്ചിട്ടുണ്ട്. നമ്മളെ ഒട്ടാസ് വെച്ചിട്ടാണ് ഗൈസ് വീഴ്ചയത്. അങ്ങനെ ഇല്ലെങ്കിൽ നമ്മൾ അവനെ അടിച്ചിട്ടുണ്ടാവും. നമ്മൾ ചെറിയ ഡാമും കൂടെ അവനെ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവ തീർന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അത്രക്ക് നല്ല ഡാമേജ് ആയിരുന്നു അവനുള്ളത്. നമ്മളെന്തായാലും ഈ കളി ബാക്ക് കൂടെ പോയി പറഞ്ഞു കളി എടുക്കും. കാരണം അവിടെയും കാര്യങ്ങളൊക്കെ ആയിരിക്കും ആദ്യം എനിമീസ് നോട്ട് ചെയ്യുക, പിന്നെ അവിടെയുമായിട്ട് നോട്ട് ചെയ്യും. അതുകൊണ്ട് നമ്മളെന്തായാലും ഈ കളി ഇതിൽ കൂടെ തന്നെ പോകാം. നമുക്ക് എന്തായാലും ഇതിൻ്റെ മേലായിട്ട് കയറിയിരിക്കാം. ഇതിന് മേലെ എന്തായാലും എല്ലാ എനിമീസും ഇവിടെ നിന്ന് നമുക്ക് അത്യാവശ്യമായിട്ട് അടുത്തേക്ക് കാണാൻ പറ്റും. ഇല്ലെങ്കിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല. ഓക്കെ, ഇവിടെ നമ്മുടെ
വേറൊരു ചെക്ക് AW കൊടുത്ത് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇവിടെ നിന്ന് എസ്കേപ്പ് ആയിരുന്നു. ആരും നമ്മളെ കാണുന്നില്ല പറഞ്ഞാൽ പിന്നെ നോക്കാം. ഓക്കെ, നമ്മൾ ഈ കളി നമ്മൾ വിക്ടറി എടുത്തിട്ടുണ്ട്. ഒരു ബിഗ് കംബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പോൾ എതിർ ടീം നമ്മളാണ് ഇപ്പോൾ ലീഡ് ചെയ്യുന്നത്. നെയ്ഡൊക്കെ വാങ്ങി വെക്കാം. നെയ്ഡൊക്കെ എടുത്ത് വരുവാണ്. Speed boost for everybody. ഇവിടെ നിൽക്കുക എന്തായാലും ഇപ്പോൾ. ഓക്കെ, എൻ്റെ ഒരു കില്ലും കാര്യങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, നമ്മളറിയാതെ കയറി അവന് നമ്മൾ വെച്ച് അടിച്ചിട്ടുണ്ട്. ഇനി എതിർ ടീം വെറും ഒരാളുള്ളൂ, അവനെന്തായാലും നമ്മളെടുക്കും. ആരും അറിയാതെ നമ്മളങ്ങ് കയറിയിട്ടുണ്ട്. അതിൽ കൂടെ പോവാം. എന്തായാലും നല്ല പണിയിട്ടൊരു ചാൻസ്. ജസ്റ്റ് മിസ്സിൽ നമ്മൾ അവൻ ഓക്കെ, നമ്മളെന്തായാലും ട്രിപ്പിൾ ടെക്ക് ഡൗൺ അടിച്ച് ഈ കളി നമ്മൾ അടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ചിത്രമുള്ള ചെറിയൊരു വീഡിയോ ആണ്. അപ്പോൾ ഓക്കെ, ബൈ.